ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള 3 ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ചാമ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റായത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പക്ഷെ ഇങ്ങനെ ആക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെ ചാമ്പൊക്കെ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഇഷ്ടം പോലെ ആവുന്ന ടൈമല്ലേ. പിന്നെ ഇത് എൻ്റെ വീട്ടിലായതൊന്നുമല്ല കേട്ടോ, എൻ്റെ നെയ്ബർ തന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാമ്പ കിട്ടിയപ്പോൾ ഇങ്ങനെ നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഒരു കപ്പ് നിറച്ച് ചെറുതായി മുറിച്ചിട്ട് ചാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു അരമുറി ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുക. കുരുപെടാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് 2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര എത്രത്തോളം വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ, ഈ പഞ്ചസാര 2 കപ്പിന്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പുതിനൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ ജ്യൂസ് നന്നായി അടിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അരിക്കാണ്ട് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ ലൈമൊക്കെ കഴിക്കുന്നില്ലേ, അതും അതിൻ്റെ കൂടെ ഈ ചാമ്പക്കൻ്റെ ചെറിയ പുളിപ്പും മധുരമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കസ്കസ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് അടിക്കുന്ന ടൈമിൽ. ഇതേ അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇതിലോട്ട് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അതൊക്കെ അവരവർ ഇഷ്ടം പോലെയല്ലേ, കസ്കസ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മധുരത്തിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചാമ്പക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മൾ ലൈമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ ചാമ്പക്ക ജ്യൂസ് റെഡിയായി. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാം. ഈ ചാമ്പക്ക വെച്ചിട്ട് ഷേക്ക് എന്ത് ടേസ്റ്റാണ് ഉണ്ടാവുകയെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അപ്പോൾ മനസ്സിലാവുമല്ലോ. പക്ഷേ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടാ ഇതും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. നേരത്തെ 1 കപ്പ് നിറച്ച് ചാമ്പക്ക എടുത്തിട്ടുണ്ടായിട്ടില്ലേ, ഇതൊരു അരക്കപ്പോളം മാത്രം മതി. എന്നിട്ട് ഇതിൻ്റെ ഡബിളായിട്ട് നമ്മൾ ഈ കട്ടി പാലെടുക്കണം, കാരണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചാമ്പക്കൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒരു മുന്നിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ വേറെ ഒരു ഫ്ലേവറല്ലേ വരിക. അപ്പോൾ ഞാൻ ഇതേ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച്, ഇത് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം കേട്ടോ, അല്ലാണ്ട് ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്ട്രോബെറിൻ്റെ സിറപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഗ്ലാസ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചാമ്പക്കൻ്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും വീട്ടിലും ചാമ്പക്ക ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയമല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് പറിച്ചിട്ട് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മഴയായതുകൊണ്ട് ഇപ്പോൾ ആർക്കും അത്രയ്ക്ക് വേണ്ടി വരില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് സ്ട്രോബെറിൻ്റെ ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് വേറൊരു ടേസ്റ്റിലും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതേ സ്ട്രോബെറിൻ്റെ ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പം വേറെ തന്നെ ഒരു നല്ല സ്ട്രോബെറിൻ്റെ ടേസ്റ്റും കൂടി വന്നിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റിൽ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.